വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ചാൻസലർ. വിഭജന ഭീതി ദിനം ഓർമ്മിപ്പിച്ച് വീണ്ടും വിസിമാർക്ക് കത്തയച്ചു. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകാനും രാജ്ഭവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം വിഭജന ഭീതി ദിനാചരണം തടയാനുള്ള നീക്കത്തിൽ ആണ് സർക്കാർ. വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, മറ്റൊരു പോരിന് ആണ് കളം ഒരുങ്ങുന്നത്. വിഭജന ഭീതി ദിനം ആചരിക്കണം എന്ന് ചാൻസലർ പറയുന്നു. അതേസമയം വിദ്യാർത്ഥി സംഘടനകൾക്ക്, ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉൾപ്പെടെ വലിയ വിയോജിപ്പുണ്ട് ഈ വിഷയത്തിൽ. സർക്കാരിനും വിയോജിപ്പാണ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ആഹ്വാനം നടത്തിയത്. പക്ഷേ ഇതുവരെ കേരളത്തിൽ അത്തരമൊരു ആചരണം ഉണ്ടായിട്ടില്ല. ഒരു സംഘടനയും അല്ലെങ്കിൽ ഒരു സർവകലാശാലകളിലോ കോളേജുകളിലോ അത്തരം ആചരണം ഉണ്ടായിട്ടില്ല. ഇത്തവണയാണ് അത്തരമൊരു നിർദ്ദേശം സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുഴുവൻ സർവകലാശാല വിസിമാർക്കും ചാൻസലർ അർലേക്കർ കത്തയക്കുകയായിരുന്നു. തുടർന്ന് ചില സർവകലാശാലകൾ അത് താഴേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. ഇന്നലെ കേരള സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയും അടക്കം ഇത്തരം നിലപാട് സ്വീകരിച്ചാണ്. പക്ഷേ കേരള സർവകലാശാലയിൽ തന്നെ ഒരു തർക്കമുണ്ടായി. ഈ വികസന സമിതി, കോളേജ് വികസന സമിതി ഡയറക്ടർ പിന്നീട് ആ സർക്കുലർ പിൻവലിക്കുകയും അദ്ദേഹം വിസിമാരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ നിലപാട് അതല്ല. പല സർവകലാശാലകൾക്കും പല കോളേജുകൾക്കും ഇതിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് തീരുമാനം നിർബന്ധമാക്കുന്നില്ല. വേണമെന്ന് ചെയ്താൽ മതി നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ വിസി അതിനെതിരെ കടുത്ത നിലപാടെടുത്തു. എല്ലാ സർവകലാശാലകളും ചെയ്യണം, ഡയറക്ടറുടെ നിർദ്ദേശം തന്റെ അറിവോടുകൂടി എല്ലാ നിലപാട് വിസി മോഹൻ കുന്നുവൽ സ്വീകരിച്ചു. തൊട്ട് പിന്നാലെയാണ് എല്ലാ സർവകലാശാലയ്ക്കും ഈ ദിനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ വീണ്ടും കത്ത് നൽകിയത്. എന്താണ് ഈ നിർദ്ദേശത്തിൽ ഇതുവരെ ചെയ്ത നടപടികൾ എന്നതിന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൂടി നൽകാനാണ് ചാൻസലറുടെ നിർദ്ദേശം. സർവകലാശാലകളെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. പലർക്കും ഇതിനോട് യോജിപ്പില്ല. പക്ഷേ ചാൻസലർ ഇങ്ങനെ നിർബന്ധിച്ച് തീരുമാനം ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്ക പൊതുവിൽ സർവകലാശാലകൾക്കുണ്ട്. സർക്കാർ നേരത്തെ നിലപാട് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി തന്നെ ഇത് സമാനതകളില്ലാത്ത തീരുമാനമാണ്, അല്ലെങ്കിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത തീരുമാനമാണ്, ഇതിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം നേരത്തെ മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരുന്നു. പ്രതിപക്ഷത്തും സമാന നിലപാടാണ്. ഇടത് വലത് സംഘടനകളും പാർട്ടികളും ഒക്കെ ഒരേ നിലപാടെടുക്കുമ്പോൾ എന്നാൽ ഗവർണറും അതുപോലെ തന്നെ BJP നേതൃത്വവും ഇതിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല. ഒരു പുതിയ പ്രതിസന്ധിയും അഭിലാഷ് സൂചിപ്പിച്ച പോലെ സർവകലാശാലകളിലെ തർക്കങ്ങൾക്ക് ഒരു പുതിയ മുഖവും നൽകുകയാണ് ഈ വിഭജന ഭീതി ദിന ആചരണം. നാളെയാണ് സർവകലാശാല ആചരിക്കേണ്ടത്. അല്ലെങ്കിൽ മുന്നോടിയായി സെമിനാർ അടക്കമുള്ള സംഘടിപ്പിക്കാൻ വേണം. ഇത് വലിയൊരു തർക്കമായി രൂപപ്പെടുകയാണ് അഭിലാഷ്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആരംഭിച്ചതാണ് സർക്കാരും ഒപ്പം തന്നെ ഗവർണറും തമ്മിലുള്ള പോര്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജേന്ദ്ര അലേർക്കർ ചുമതലയേൽക്കുമ്പോൾ അതിന് അയവുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. എങ്കിൽ അങ്ങനെയല്ല ഇപ്പോൾ സാഹചര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ കേരളത്തിൽ ആചരിക്കാതിരുന്ന വിഭജന ഭീതി ദിനാചരണം അത് ഇത്തവണ നടത്തണം എന്ന് ചാൻസലർ വളരെ കൃത്യമായ നിർദ്ദേശം, ഗവർണർ കൃത്യമായ നിർദ്ദേശം നൽകുമ്പോൾ അതിൽ ഈ ഉദ്യോഗസ്ഥരും വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ഈ ഉദ്യോഗസ്ഥർ വലിയൊരു വിഭാഗവും ഇടത് സംഘടനകളിൽപ്പെട്ടതാണ്. അവർക്ക് സർക്കാരിൻ്റെ നിലപാടിനോടാണ് കൂടുതൽ യോജിക്കേണ്ടി വരിക. പക്ഷേ ഔദ്യോഗികമായി ഈ അധികാരം ആർക്ക് എന്നതിലേക്ക് വരുമ്പോഴാണ് ഗവർണറെ അവർക്ക് തള്ളാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും സുപ്രീം കോടതി നേരത്തെ പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും ഒക്കെ അനുനയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം എന്നാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രധാനമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സാഹചര്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ വാർത്തയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ വരും ബുള്ളറ്റിനുകളിൽ വരാം. ഇനി നമ്മൾ ഇതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ പറയേണ്ടതായിട്ടുള്ളത് വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ സർക്കുലറിനെതിരെ SFI ഇന്ന് ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കും എന്നുള്ളതാണ്. ഗവർണറുടെയും അതോടൊപ്പം തന്നെ കണ്ണൂർ, കേരള സർവകലാശാലകളിലെ വിസിമാരുടെയും കോലം കത്തിച്ചുകൊണ്ടായിരിക്കും പ്രതിഷേധം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഭജന ദിനാചരണവുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നതിനിടെ ഗവർണർ എന്തായാലും നിലപാട് കടുപ്പിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾ ഏത് നിലയിൽ എന്നും നമുക്ക് അറിയാം.